നിങ്ങൾക്കൊരു കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പറ്റിക്കപ്പെട്ടേക്കാം. നിങ്ങൾ കാർ വാങ്ങാൻ പോകുന്ന സമയത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് PDI, അതായത് പ്രീ ഡെലിവറി ഇൻസ്പെക്ഷൻ ആണ്. കാറിന്റെ 4 ഡോറുകളിൽ ഏതെങ്കിലും ഒരു ഡോറിന് ഒരു സ്റ്റിക്കറോ ഒരു പ്ലേറ്റോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതിനകത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കാരണം മാനുഫാക്ചറിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ വിൻ നമ്പർ, ഇതെല്ലാം ഈ പ്ലേറ്റിനകത്ത് അല്ലെങ്കിൽ സ്റ്റിക്കറിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കാറിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് 1 വർഷത്തിൽ കൂടുതൽ മുമ്പുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഡീലറിൽ നിന്നും ഡിസ്കൗണ്ട് ആവശ്യപ്പെടാം. അതുകൂടാതെ കാറിന്റെ എല്ലാ ഇലക്ട്രോണിക് സിസ്റ്റങ്ങളും വളരെ കൃത്യമായിട്ട് പരിശോധിക്കുക, പ്രത്യേകിച്ച് ഇൻഫോർടൈൻമെന്റ് സ്ക്രീൻ. എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ബഗ് നിങ്ങൾ അവിടെ കണ്ടെത്തുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് കാറിന്റെ ടയറുകൾ പരിശോധിക്കുക എന്നതാണ്. ടയറിൽ 2 നമ്പറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതിൽ ടയർ മാനുഫാക്ചർ ചെയ്ത വീക്കും വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇൻ കേസ് ടയറിന് 1 വർഷത്തേക്കാൾ മുകളിൽ പഴക്കമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഡീലറിനോട് പറഞ്ഞ് ടയർ മാറ്റിപ്പിക്കുക. പിന്നീട് ചെക്ക് ചെയ്യേണ്ടത് കാറിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. കാർ 100 കിലോമീറ്ററിന് കൂടുതൽ ഓടി എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡീലറിനോട് ചോദിക്കുക എന്തുകൊണ്ടാണ് 100 കിലോമീറ്റർ ആ വണ്ടി ഇതുവരെ ഓടിയത്. നിങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം അവരിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം റീപ്ലേസ് ചെയ്യാൻ ആവശ്യപ്പെടാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾ കാറിന്റെ പെയിന്റ് കൃത്യമാണോ പ്രോപ്പർ ആണോ എന്ന് പരിശോധിക്കുക. എവിടെയെങ്കിലും ചെറിയ തരത്തിലുള്ള പോറലോ സ്ക്രാച്ചോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിന് കാരണം ചോദിക്കുക, അത് മാറ്റിത്തരാൻ ആവശ്യപ്പെടുക. ഈ കാര്യം കാറിന്റെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. കാർ വാങ്ങാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇപ്പോൾ തന്നെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ബോസ് വാല മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബോസ് വാല, ബി ദ ബോസ്.